വാപുരനാണോ വാവരാണോ? വാവര് എന്നുള്ളത് ഒരു ഇസ്ലാം മതവിശ്വാസികൾക്ക് അങ്ങനെ ഒരു ദൈവമില്ല. അവരെ സംബന്ധിച്ച് അള്ളാഹു മാത്രമാണ് ദൈവം എന്നുള്ളത് ലോകം മുഴുവൻ അറിയുന്ന കാര്യമാണ്. രണ്ടാമതൊരു ആരാധനാപാത്രം ഇസ്ലാം മതത്തെ സംബന്ധിച്ചില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വാവര് സ്വാമി എന്ന് പറഞ്ഞെന്നാൽ സ്വാമി എന്ന് സംബോധന ചെയ്യപ്പെടുന്നത് ഹിന്ദു ഈശ്വര സങ്കല്പങ്ങൾക്കും ദേവതാ സങ്കല്പങ്ങൾക്കും മാത്രമാണ്. അങ്ങനെ ഇരിക്കെ വാപുരനാണ്, അത് പറഞ്ഞ് വാവരായതാണ് സ്വാമി, വാവര് സ്വാമി ആയത് വാപുര സ്വാമിയാണ്. അല്ലെങ്കിൽ ഇത് ഉത്തരം പറയേണ്ടത് ഒന്ന് ഇസ്ലാം മതവിശ്വാസികളാണ്. അവർ പറയണം ഇസ്ലാം മതത്തിൽ അള്ളാഹു അല്ലാതെ ആരാധനാപാത്രങ്ങളുണ്ട്, വാവര് സ്വാമി എന്ന് പറയുന്ന സ്വാമി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ദൈവസങ്കല്പം ഇസ്ലാമിലുണ്ട് എന്ന് അവർ പറയണം. അവർ പറയുകയാണെങ്കിൽ, അംഗീകരിക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ വേണ ചർച്ചയ്ക്ക് സ്കോപ്പുണ്ട്. പന്തളത്ത് നടന്ന അയ്യപ്പ വിശ്വാസ സംഗമത്തിൽ സ്വാമിജി സംസാരിച്ചെന്നും പറഞ്ഞ് കേരള സർക്കാർ ജാമ്യമില്ലാത്ത വകുപ്പിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ആ വിഷയം കേരള സമൂഹത്തിൽ അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഒരുപക്ഷെ ആൾക്കാരത് പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് ആഗ്രഹത്തിനനുസരിച്ചായിരിക്കും ഇത്തരത്തിലൊരു കേസെടുത്തത്. അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് അഭിപ്രായം? അതിൽ കേസെടുത്തു എന്നുള്ളതിൽ ഒട്ടും അതിശയോക്തിയില്ല. കാരണം ശബരിമലയിൽ അരാജകവാദികളെ പോലീസ് പ്രൊട്ടക്ഷനിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് പോലീസിൻ്റെ സംരക്ഷണയിൽ ഈ അരാജകവാദികളെ കയറ്റിയത് അഭിമാനപൂർവ്വം പറഞ്ഞയാളാണ് മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് ഇപ്പോൾ ഈ പന്തളത്ത് നടന്ന പരിപാടിയിൽ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അദ്ദേഹം കേസെടുക്കാൻ. ഒന്ന്, അദ്ദേഹം നടത്തിയ പരിപാടി പൊളിഞ്ഞ് പാളീസായി എന്നുള്ളത് തുടക്കം തൊട്ട് എല്ലാവരും കണ്ടതാണ്. പിന്നെ അതിനെ ന്യായീകരിക്കാൻ ഈ ക്യാമറയുടെ കാര്യമൊക്കെ പറഞ്ഞ് വഷളത്തം പറയുന്നു എന്നുള്ളത്. പക്ഷെ ലോകം മുഴുവൻ കണ്ടതാണ് ആ പരിപാടി ഏറ്റവും മോശമായതും അതിലുണ്ടായ സ്വാഗതം പറഞ്ഞയാൾ മുദ്രാവാക്യം വിളിച്ചതും മുദ്രാവാക്യ രൂപത്തിൽ ശരണം വിളിച്ചതും മുഖ്യമന്ത്രിക്ക് കാര്യമായി പ്രസംഗിക്കാൻ പറ്റാതെ പോയതും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും 700 ലക്ഷം രൂപ പറയുന്നത്, പുറമേക്ക് പറയുന്നത് അതിൽ കൂടുതലായിരിക്കും ഒരു പക്ഷേ ചിലവാക്കിയിട്ടുണ്ടാവുക. 700 ലക്ഷം ചിലവാക്കി, അതായത് 7 കോടി ചിലവാക്കി എന്ന് പറയുന്ന പരിപാടി ഒരു 5 ലക്ഷം രൂപ കൊണ്ട് നടത്താവുന്ന പരിപാടിയുടെ പോലും ഒരു മാന്യത കിട്ടാതെ പോയതിൻ്റെ ഒരു നാണക്കേട് ഒരു വശത്ത്. രണ്ടാമത്, ഇങ്ങനെ അധികാരമോ സമ്പത്തോ മറ്റ് രാഷ്ട്രീയമായ പശ്ചാത്തലമോ ഒന്നും ഇല്ലാതെ ഒരു പ്രസ്ഥാനം നടത്തിയ പരിപാടിയിൽ ജനങ്ങൾ ഒഴുകിയെത്തി എന്നുള്ളത് രണ്ടാമത്തെ ചുരുക്കാണ്. അതുകൊണ്ടുണ്ടായ അസൂയ, ദേഷ്യം, അസഹിഷ്ണുത, ഇതൊക്കെയാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്, ഈ മുഖ്യമന്ത്രി നടത്തിയ പരിപാടി പൊളിയുകയും വിശ്വാസ സംഗമം നടത്തിയ പരിപാടി വിജയിക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അഥവാ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങളടക്കം ഗവൺമെൻറ് പരിപാടി പൊളിഞ്ഞു പോയതിനെക്കുറിച്ചും നാണക്കേടിനെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യുകയും വാർത്ത കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞു വന്നപ്പോൾ ഇതിൽ നിന്ന് തല ഊരാൻ എന്താണ് മാർഗം എന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രസ്താവനയുടെ പേരിൽ കേസെടുക്കുന്നത്. കേസിന് മെറിറ്റൊന്നും ഉണ്ടാകത്തില്ല. കോടതി പോയെന്നാൽ അവർ കടലാസ് വലിച്ചെറിയാനേ സാധ്യതയുള്ളൂ. പിന്നെ കേസെടുക്കാൻ പറ്റില്ല, കാരണം അധികാരം കയ്യിലുണ്ട്. പോലീസും അധികാരവും കയ്യിലുള്ളപ്പോൾ ആരെ വേണമെങ്കിലും നല്ല കേസെടുക്കാനും കള്ളക്കേസെടുക്കാനും കൊള്ളരുതാത്ത പേരിൽ കേസെടുക്കാനും ഒക്കെ അവർക്ക് കഴിയും. അങ്ങനെ എത്രയോ രാഷ്ട്രീയ എതിരാളികളെ ക്രൂരമായി കേസുകൾ എടുത്ത് പീഡിപ്പിച്ച ചരിത്രം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ. അങ്ങനത്തെ ധാരാളം കേസുകളുണ്ട്. ഈ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു വിശ്വാസികളുടെ ഇടയിലുള്ള ഒരു വിഷയമാണ്. അതിൽ കേസെടുക്കാൻ എന്തായിരിക്കുന്നത്? വാപുരനാണോ വാവരാണോ? വാവര് എന്നുള്ളത് ഒരു ഇസ്ലാം മതവിശ്വാസികൾക്ക് അങ്ങനെ ഒരു ദൈവമില്ല. അവരെ സംബന്ധിച്ച് അള്ളാഹു മാത്രമാണ് ദൈവം എന്നുള്ളത് ലോകം മുഴുവൻ അറിയുന്ന കാര്യമാണ്. രണ്ടാമതൊരു ആരാധനാപാത്രം ഇസ്ലാം മതത്തെ സംബന്ധിച്ചില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വാവര് എന്ന് പറയുന്നത് ഒരു ഇസ്ലാം മതവിശ്വാസിയാവുന്നത്? എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും വാവര് സ്വാമി എന്ന് പറഞ്ഞെന്നാൽ സ്വാമി എന്ന് സംബോധന ചെയ്യപ്പെടുന്നത് ഹിന്ദു ഈശ്വര സങ്കല്പങ്ങൾക്കും ദേവതാ സങ്കല്പങ്ങൾക്കും മാത്രമാണ്. അങ്ങനെ ഇരിക്കെ വാപുരനാണ്, അത് പറഞ്ഞ് വാവരായതാണ് സ്വാമി, വാവര് സ്വാമി ആയത് വാപുര സ്വാമിയാണ്. അല്ല, ഇങ്ങനൊരു തെറ്റിദ്ധാരണ വരാൻ പണ്ട് കാലത്ത് പ്രേം നസീർ അഭിനയിച്ച ഒരു ചിത്രമുണ്ട്, മലയാള സിനിമ. അന്നത്തെ സെൻസർ ബോർഡുകാരൊക്കെ അംഗീകാരം കൊടുത്തിറക്കിയാണ്.
ചരിത്രം മാറ്റി എഴുതുകയൊക്കെ ചെയ്തപ്പോൾ അന്ന് ജനമനസ്സുകൾ കയറിയപ്പോൾ അതൊരു വിശ്വാസമായിട്ട് മാറാനൊരു സാധ്യതയില്ലേ? സിനിമയും നോവലും ഒക്കെ സാഹിത്യത്തിലൂടെയൊക്കെ ഇങ്ങനെ ഇതാണ് ശരി എന്ന് തോന്നാവുന്ന മട്ടിലുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ചരിത്രമല്ല, അല്ലെങ്കിൽ അത് വസ്തുതയല്ല. ഈ സിനിമയിൽ പക്ഷെ അന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു മുന്നറിയിപ്പ് കൊടുത്തില്ല, ഇതൊരു സാങ്കല്പിക കഥയാണെന്നോ. അതൊരു മുന്നറിയിപ്പ് കൊടുക്കാതെ ഇറക്കിയതുകൊണ്ടാണ് ഇപ്പോൾ പുതുതലമുറയിൽ വരുന്ന മനസ്സുകളിലൊക്കെ അതൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞത് സാഹിത്യം, കല എന്നൊക്കെ പറയുന്നതിൽ അതിലൊരു ആവിഷ്കാരമാണല്ലോ. അത് വസ്തുതയാണ്, ചരിത്രമാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. ആ കലയ്ക്കാണ്, അഥവാ കലാരൂപത്തിനാണ്, അത് ഒരാളുടെ കലാസൃഷ്ടിയാണ്, അയാളുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞതാണ്. അത്രേ ഉള്ളൂ. അതിന് മുന്നറിയിപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു സാഹിത്യവും കലയും സിനിമയും ഇറങ്ങില്ല. കാരണം ഇതിനെയൊക്കെ ആ നിലയിൽ സെൻസർ ചെയ്യാൻ പോയാൽ, ഈ ചരിത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം മമ്മൂട്ടിയുടെ സിനിമ വന്നു, നമ്മുടെ പഴശ്ശിരാജ വന്നു. പഴശ്ശിരാജയുടെ സിനിമയിൽ പഴശ്ശിരാജയുടെ അന്ത്യവും ചരിത്രത്തിലെ അന്ത്യവും രണ്ടും രണ്ടാണ്. കുതിരപ്പുറത്തൊന്നും അല്ല പഴശ്ശിരാജാവ് നേരിട്ട് ഏറ്റുമുട്ടാൻ വരികയല്ല. പഴശ്ശിരാജാവിൻ്റെ ഇരുന്ന സ്ഥലത്തേക്ക് ഇവർ ഒളിച്ചു കടന്ന് നടന്ന ഒരു ആക്രമണമാണ്. അപ്പം അതുകൊണ്ട് സിനിമയിൽ വരുമ്പോൾ സിനിമയ്ക്ക് വേണ്ടതായ ചില മസാലകളും കാര്യങ്ങളൊക്കെ സിനിമയിൽ വരും. അത് സ്വാഭാവികമാണ്. അതിനോട് അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല. സാഹിത്യം ഇപ്പോൾ നോവലുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഈ പുരാണ ഇതിഹാസങ്ങളെ സംബന്ധിച്ച് നോവൽ, ഇപ്പോൾ 2-ാം ഊഴം നോവൽ വന്നു. ആ നോവലല്ലല്ലോ മഹാഭാരതം. അപ്പോൾ അതുപോലെ ഏത് സൃഷ്ടിയിലും കലാസാഹിത്യ രൂപങ്ങളിലൊക്കെ വ്യത്യസ്തമായ തരത്തിൽ അവതരിപ്പിക്കാം. അത് തെറ്റല്ല. മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടിയുള്ള സൃഷ്ടിയാണെങ്കിൽ മാത്രമേ അതിനെ ചോദ്യം ചെയ്യേണ്ടതുള്ളൂ. അന്നാരും ചോദ്യം ചെയ്യാതെ പോകുന്നത്, ഇപ്പോൾ ചില നോവലിനെതിരെ, ചില സിനിമയ്ക്കെതിരെ ആരെങ്കിലും, ഇപ്പം വാര്യംകുന്നൻ്റെ സിനിമ വരാൻ തുടങ്ങി, അതിനെ എതിർക്കുന്നത് അത് ചരിത്രമാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ പോകുന്നത് കൊണ്ടാണ്. അതല്ലാതെ വെറുതെ ഒരു സാങ്കല്പിക കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച് ആരും അതിൻ്റെ പിന്നാലെ പോകത്തില്ല. കാരണം ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനായിട്ട് കണക്കാക്കുന്ന ഒരു തീവ്രവാദിയായിട്ടുള്ള ഒരാളുടെ ചരിത്രമാണത്. അതുകൊണ്ട് അതിനെ മഹത്വവൽക്കരിക്കാനായിട്ട് സിനിമ എടുക്കുമ്പോഴാണ് അതിനെ ചോദ്യം ചെയ്തത്. അതല്ലാതെ സിനിമയോട് ഉള്ള വിരോധമല്ല, ഒരു കലാരൂപത്തോടുള്ള വിരോധമല്ല. പ്രേം നസീറിൻ്റെ സിനിമ വന്നു എന്നുള്ളത് കൊണ്ട് ഇത് സാധാരണ ആൾക്കാർ ഇത് വിശ്വസിക്കും. ആ പറഞ്ഞ വാദം കുറേ ശരിയാണ്. സാധാരണ ആൾക്കാർ ശരിക്കുള്ള പുസ്തകം വായിച്ചിട്ടില്ലാത്തവർ, ചരിത്രം പഠിച്ചിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ വായിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ച് ഇതാണ് ശരി എന്നവർ വിചാരിക്കാം, തെറ്റിദ്ധരിക്കാം. അങ്ങനെ കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് കൊണ്ടത് വസ്തുതയാവില്ലല്ലോ. അങ്ങനെ ഒരു കഥയിലൂടെ പറഞ്ഞു എന്നുള്ളത് കൊണ്ടത് ചരിത്രമാവത്തില്ല. അതുകൊണ്ട് അങ്ങനെ കാര്യം പറയുമ്പോൾ ചരിത്രമായിട്ട് ഇപ്പം പറയുന്നത് എന്തിനെയാണ്? ചരിത്രത്തിനെയാണ്, അല്ലെങ്കിൽ വിശ്വാസങ്ങളെയാണ്. അതിനെ സാഹിത്യവുമായിട്ട് അല്ലെങ്കിൽ കലയുമായിട്ട് കൂട്ടിക്കെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരം ഒരു കാര്യത്തെ, അല്ലെങ്കിൽ ഇത് ഉത്തരം പറയേണ്ടത് ഒന്ന് ഇസ്ലാം മതവിശ്വാസികളാണ്. അവർ പറയണം, ഇസ്ലാം മതത്തിൽ അള്ളാഹു അല്ലാതെ ആരാധനാപാത്രങ്ങളുണ്ട്. വാവര് സ്വാമി എന്ന് പറയുന്ന, സ്വാമി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ദൈവസങ്കല്പം ഇസ്ലാമിലുണ്ട് എന്ന് അവർ പറയണം. അവർ പറയുകയാണെങ്കിൽ, അംഗീകരിക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ വേണം ചർച്ചയ്ക്ക് സ്കോപ്പുണ്ട്. അത് വസ്തുതയായിക്കൊള്ളണമെന്നില്ല, അപ്പോഴും ചർച്ചയ്ക്കൊരു സ്കോപ്പുണ്ട്. പക്ഷേ ഇസ്ലാം മതത്തിൽ അള്ളാഹു അല്ലാതെ രണ്ടാമതൊരു ആരാധനാപാത്രം പാടില്ല എന്ന അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ്. ആ കാര്യമാണ് അവിടെ പ്രസംഗത്തിൽ ഈ പറയുന്ന സ്വാമി പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഇങ്ങനെ ഒരു വിശ്വാസം, ഒരു ആരാധനാപാത്രം ഇസ്ലാം മതത്തിലില്ല, ഇത് ഹിന്ദു ആരാധനാ ബിംബം തന്നെയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വർഗീയതയാവുന്നത്, വർഗീയ വിരുദ്ധമാവുന്നത്? ഇതിനെ കേസെടുത്തത് ഞാൻ പറഞ്ഞല്ലോ, ഈ ആദ്യത്തെ നാണക്കേടുകളും അപമാനങ്ങളും നഷ്ടങ്ങളും ഒക്കെ മറയ്ക്കാൻ ഉള്ള വേറെ ഒരു വഴിയില്ല. കാരണം ചർച്ച നിലനിൽക്കുകയാണ്. 2 അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചും ചർച്ച നിലനിൽക്കുകയാണ്. ആ ചർച്ച വഴി തിരിച്ച് വിടണമെങ്കിൽ, ശ്രദ്ധ തിരിച്ച് വിടണമെങ്കിൽ വേറെ എന്ത് ചെയ്യാൻ പറ്റും? കേസെടുക്കുക, ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് കേസെടുക്കുക. കമ്മ്യൂണിസ്റ്റ് ഭരണം തുടങ്ങുന്ന എല്ലാ കാലത്തും, കേരളത്തിൽ മാത്രമല്ല ലോകത്തിൽ എവിടെയാണെങ്കിലും, കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ അവരുടെ രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസെടുത്ത് കൽത്തുറങ്കിൽ അടയ്ക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ഒരു സ്വഭാവമാണ്. കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവരെയൊക്കെ അവർ ആക്രമിക്കും. ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്രയോ അധ്യാപകരെ പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് കേസെടുത്ത് ജയിലിലിട്ടില്ലേ? ഇപ്പോൾ 2 കേസ് ഈയിടെ വിട്ടല്ലോ. 2 ഹൈസ്കൂൾ അധ്യാപകരും, ഒരാളെ മട്ടന്നൂരോ മറ്റുണ്ടായിരുന്നൊരു പാവം മുസ്ലിം അഹമ്മദ് മാഷെന്നോ മറ്റോ പറഞ്ഞൊരാൾ, പിന്നെ ഒന്ന് ഇടുക്കിയിലോ മറ്റോ കഴിഞ്ഞ ദിവസം വാർത്ത വന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ വിരോധികളെക്കെതിരെ കള്ളക്കേസ് എടുക്കുകയോ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇങ്ങനെ ഒരു കേസ് എടുക്കുമ്പോൾ ഒരു പിൻവാതിലിലൂടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുവശത്തൂടെ തീവ്രവാദികളെ സന്തോഷിപ്പിക്കലും ആവും. കാരണം അവർക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്
അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന ഒരു മെസ്സേജ് കൂടെയാണ് മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇങ്ങനെ ഒരു കേസെടുക്കാൻ കാരണം. കേസിന് മെറിറ്റ് ഒന്നും ഇല്ല എന്നുള്ളത് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാം, ഏത് പോലീസുകാരനും അറിയാം. പിന്നെ കേസെടുത്തു എന്ന് പറയാം. പിന്നെ 2 ദിവസം ചർച്ചയിൽ അത് അവതരിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് കൂലിക്കാരായിട്ടുള്ള മാധ്യമപ്രവർത്തകരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അവരെ സംബന്ധിച്ച് ഇതിങ്ങനെ 2-3 ദിവസം ചർച്ചയിൽ വെച്ചാൽ ഇതെങ്ങനെ കേമമാകുമെന്നാണ് വിചാരിക്കുന്നത്. പാവങ്ങൾ ശബരിമലയിൽ പിന്നെ ശരണം വിളിച്ചതിന് തെറിജപം എന്ന് പറഞ്ഞവരാണ്. അങ്ങനെയാണ് അവർക്കെതിരെ കേസെടുക്കണ്ടേ. തെറിജപം നടത്തി ശരണം വിളിയ തെറിജപം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുക്കണ്ട. വേണ്ട, അവിടെ പ്രതിഷേധം നടത്തിയവരെയും അവിടെ സത്യാഗ്രഹം ഇരുന്നവരെയും ശരണം വിളിച്ചവർക്കെതിരെയും മറ്റും ഒരാളുടെ പേരിൽ തന്നെ 1000-ഉം 2000-ഉം കേസെടുത്ത സർക്കാരാണല്ലോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. അപ്പോൾ ഇവിടെ ഒരു സ്വാമിയുടെ പേരിൽ കേസെടുത്തു എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. അവർ ഇവിടെ ഈ പിന്നെ കോഴിക്കോട് കുറച്ചു കാലം മുമ്പല്ലേ ഒരു സന്യാസിയെ വിനുസ്വാമി എന്ന് പറയുന്ന പണ്ട് DYFIക്കാരനായിരുന്ന ഒരാളെ കൊയിലാണ്ടിയിലോ മറ്റോ പിടിച്ചു നിർത്തി അങ്ങനെയുള്ള താടിയും മുടിയെല്ലാം വടിച്ചു കളഞ്ഞില്ലേ. ഇവർക്ക് ജനാധിപത്യമോ ഭരണമോ സന്യാസിമാർ സന്യാസം അല്ലെങ്കിൽ ആത്മീയത പറയേണ്ടവരാണ്, ഇതല്ലാത്തതാണ് പറഞ്ഞതെന്നുള്ള വിവേചന ബുദ്ധിയൊന്നും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചില്ല. വിവേചന ബുദ്ധി ഇല്ലാത്ത ലോകത്തിലെ ഒരു വർഗമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അഥവാ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ അധികാരമുണ്ടെങ്കിൽ അവർ കൂടുതൽ കുഴപ്പക്കാരായി മാറും എന്ന് മാത്രം. ഇപ്പോൾ ഈ കുരങ്ങനെ കുറിച്ച് പറയാറില്ലേ, തേള് കുത്തി വാലിൽ ആ കുരങ്ങൻ കണ്ടമാനം കടന്ന് ചാടും. അവൻ മദ്യവും കൂടി കുടിച്ചാൽ എങ്ങനെയുണ്ടാവും? അല്ല, സ്വതവേ മർക്കടൻ ചാടി ബഹളം കൂട്ടുന്നയാളാണ്. തേള് കുത്തിയാൽ പിന്നെയും ചാട്ടം കൂടും. ചാരായം കൂടെ കുടിച്ചെന്നാലോ പറയാനുമില്ല എന്ന മട്ടിലാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ സംബന്ധിച്ച് ഏത് കാലത്താണെങ്കിലും എവിടെയാണെങ്കിലും. അവർ സ്വതവേ ബഹളക്കാരും അക്രമികളും കൊള്ളരുതാത്തവരുമാണ്. അവർക്ക് നിലനിൽപ്പില്ലാതെ വരുമ്പോൾ കൂടുതൽ അവർ ബഹളങ്ങളും അസഹിഷ്ണുതയും കാണിക്കും. ഇപ്പോൾ അവർ നടത്തിയൊരു പരിപാടി പരാജയപ്പെട്ട് പാളീസായപ്പോൾ സ്വാഭാവികമായിട്ടും അവരെതിർക്കുന്നവരെ ഏത് വിധേനയും അപമാനിക്കുകയും വീണ്ടും അത്തരക്കാരെ കൽത്തുറുങ്കിൽ അടക്കാൻ ശ്രമിക്കുകയും ചെയ്യുക, ഒപ്പം വർഗീയ തീവ്രവാദികളുടെ പിന്തുണ ആർജിക്കുക എന്നുള്ള ഒരു മൾട്ടി പർപ്പസ് ആണ് ഈ കേസിൻ്റെ പിന്നിലുള്ളത്. ശുദ്ധ തട്ടിപ്പാണ്, ഒരു മെറിറ്റും ഇല്ല. കോടതിയിൽ പോകുമ്പോൾ ആ കേസ് വലിച്ചെറിയുകയേ ഉള്ളൂ എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല.